പാതിവില തട്ടിപ്പിൽ പ്രതിഷേധവുമായി പണം നൽകിയവർ. എറണാകുളം പരവൂരിൽ പണം വാങ്ങിയ സേവാ ട്രസ്റ്റിന്റെയും ട്രസ്റ്റ് അംഗം നടത്തുന്ന സ്വകാര്യ ആശുപത്രിക്ക് മുൻപിലുമായിരുന്നു പ്രതിഷേധം. പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം ശക്തമാക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത പാതിവില തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാതി നൽകിയിരിക്കുന്നത് പറവൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷൻ പരിധിയിലെ ജനസേവന ട്രസ്റ്റിന് കീഴിൽ 2000-ലധികം പേരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. പണം നഷ്ടമായവരുടെ നേതൃത്വത്തിൽ ജനസേവന ട്രസ്റ്റിന് മുമ്പിലും ട്രസ്റ്റ് അംഗം നടത്തുന്ന സമീപത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുമ്പിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇതെന്ത് ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്യാത്ത? കഴിഞ്ഞ 5-ാം തീയതി FIR ഇട്ടിട്ട് ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യണം. ഇവരെ വസ്തുവകൾ എല്ലാവരും കണ്ടുകെട്ടണം. എങ്കിൽ മാത്രമേ ഇവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ തെറ്റുകാരല്ലാന്ന് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. അതുവരെ അവർ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടികൾ ഫ്രീസ് ചെയ്യണം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കിന് വളരെയേറെ വിലയുള്ള സമയമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു 15 മിനിറ്റ് ഈ CSR ഫണ്ട് വഴി ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിലെ പോലീസിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ചർച്ച ചെയ്യാനുള്ള ഒരാൾ ആന്റിസിപ്പേറ്ററിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അവിടെ പോയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്ന് വരുന്നുവോ, ബഹുമാനപ്പെട്ട കോടതി എന്ത് നിർദ്ദേശം തരുന്നുവോ, ജാമ്യാപേക്ഷ തള്ളി കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ FIR പല സ്റ്റേഷനുകളിലാണ് FIR എടുക്കുന്നത്. വരുന്ന ഞായറാഴ്ച പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച് സമരം ശക്തമാക്കി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ജനം, കൊച്ചി.